ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഇപ്പോൾ ഒരു 6:30 എല്ലാം കഴിഞ്ഞു. ഇന്നലെ ഞാനൊരു വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രോ എന്ന് പറയാൻ പറ്റില്ല, ഒരു വ്ളോഗും അല്ല, ജസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടോയെന്നറിയില്ല. ഇന്ന് നമ്മൾ നടക്കാനെല്ലാം ലേറ്റായിപ്പോയി. അരമണിക്കൂറായിട്ട് അവിടെ വന്നിട്ട് 6 o'clock ഇറങ്ങിയത്. ഇപ്പോൾ 6:40 എല്ലാം ആയി. നല്ല ചൂടാണ്, നല്ല നല്ല സൂര്യനെല്ലാം ഉദിച്ചു വന്നു. ഇത് പള്ളിയുടെ കണ്ടില്ലേ, ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്തു. നമ്മൾ ഇന്നലെ എല്ലാം വന്ന് കയറിയിട്ടുണ്ടായിരുന്ന അതെല്ലാം ക്ലോസ്. ഇന്നത് ഈ ഗേറ്റ് കൂടി ഇരുന്ന് നമ്മൾ ഇന്നലെ എല്ലാം കയറിയത്, അതെല്ലാം ഇന്ന് ക്ലോസ് ചെയ്തു. നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ക്ലോസ് ചെയ്തു. ഇന്നിപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡ് വ്യൂ നല്ല കാണാൻ രസമാണത്. കണ്ടില്ലേ, ഇത് ഒരു സൈഡ്. ഇനി നമുക്ക് പുറത്ത് കിടക്കാൻ വേറൊരു ഗേറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു സൈഡിലും കൂടി ഗേറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു മെഡോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. പല മെഡോസായിട്ടാണ് പേയ്മെൻറ്റ്സിൻ്റെ ഇടയിൽ കൂടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു മെഡോ ആണ്. അതിൽ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ വേപ്പിൻ്റെ മരമില്ലേ, കഴിക്കുന്ന വേപ്പിൻ്റെ ഇല എന്ന് പറയില്ലേ, നമ്മൾ ഈ ചിക്കൻ ബോക്സൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് ആ പ്ലാന്റാണ്. 2 എണ്ണം അവിടെ നിറയെ, ഇവിടെ പല സ്ഥലങ്ങളിലും നിറയെ ഉണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ 2 എണ്ണം സെറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഇപ്പോൾ ദൂരക്കാഴ്ച കാണിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ലൈൻ മൊത്തം അങ്ങനെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ കൂടെ നടന്ന് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വരാം. അപ്പോൾ ഇതാ ഒന്നാമത്തെ മെഡോ ഇങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ, പേയ്മെൻറ്റ്സ് എല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഉള്ള പേയ്മെൻറ്റ്സ്. അതിനുശേഷം ഇതാ രണ്ടാമത്തെ അതേ ഒരു തരം ഒരു സ്ക്വയർ തന്നെയാണ്. സ്ക്വയർ പോലെ ഒരു ബുഷസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയും ഒരു വേപ്പിൻ്റെ മരം ഉണ്ട്. അത് മറ്റേ മരം പോലെ അത്ര തന്നെ വലുതല്ല എന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പേയ്മെൻറ്റ്സ്. ഇതെല്ലാം കാർ പാർക്കിംഗ് ആണ് കേട്ടോ. കണ്ടില്ലേ, കാർ പാർക്കിങ്ങുകൾ ഡിമാർക്ക്ഡാണ്, എല്ലാം മാർക്ക് ചെയ്തിട്ട് ഉള്ള കാർ പാർക്കിങ്ങുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തതും നേരത്തെ കണ്ട അതേപോലെ തന്നെ, അതിലും ഒന്നും കൂടി ചെറുതാണ്. ഇത് സ്ക്വയർ അല്ല, ഇവിടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ കർവ് വരുന്നതുകൊണ്ട് ഇതും അതുപോലെ തന്നെ കണ്ടില്ലേ, കർവാക്കിയിട്ട് ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയ മരം തന്നെ, അതേ കഴിക്കുന്ന ആ മരം തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് മെഡോയുടെ ഷേപ്പ് കണ്ടില്ലേ, കാണുന്നില്ലേ? നെക്സ്റ്റ് മെഡോയുടെ ഷേപ്പ് ഒരു എന്താ പറയുക, ട്രയാങ്കിളല്ല, എന്നാൽ അതുപോലെ ഉള്ള ഒരു ഷേപ്പിൽ. പിന്നെ എന്നിട്ട് അതിന് ശേഷം ഒരു കഴിക്കുന്ന വേപ്പിൻ്റെ മരം. പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡ് ഇങ്ങനെ പോകുന്നു. നമ്മൾ ഒരു സൈഡ് ഗേറ്റ് കഴിഞ്ഞ് റോഡ് കാണുന്നില്ലേ, റോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു സൈഡാണ് കാണിച്ചത്. ഇതാണ് ബൗണ്ടറി വോൾ ഉള്ളത്. അപ്പോൾ ആ സൈഡ് നമുക്ക് ഇങ്ങനെ കാണാം, എൻഡ് വരെ. ബാക്കിൽ ആ ഗേറ്റ് കാണുന്നില്ലേ, നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത് കേട്ടോ. ആ ബാക്കിൽ കണ്ട ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് നമ്മൾ നടക്കാൻ പോവുകയാണ്. ഇനി സത്യത്തിൽ നമ്മൾ നടന്ന് കഴിഞ്ഞു. ആകെ എന്താ പറയുക, ചൂട് കാരണം കണ്ടില്ലേ, സണ്ണ് കാണുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇങ്ങനെ കണ്ണിക്ക് കുത്തുന്ന രീതിയിലാണ് ഉദിച്ച് നിൽക്കുന്നത്. എന്നാൽ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട്, എന്നാലും നല്ല ചൂടുണ്ട്. പിന്നെ അതിനുശേഷം ഇതൊരു അടുത്ത മെഡോ. ഇത് കുറച്ച് നല്ല വളരെയധികം വലിയൊരു മെഡോ ആണ്. കണ്ടില്ലേ, അതിന് കാണുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ എൻഡ് കണ്ടില്ലേ, എൻഡ് ഇതെല്ലാം ഇങ്ങനെ കോൺ പോലെ ഉള്ളൊരു ഷേപ്പ്, കോൺ പോലുള്ള ഷേപ്പ്. അത് കഴിഞ്ഞ ശേഷം മെഡോ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഒരു കേർവാണ്. അതിനുശേഷം മിഡിലിൽ ഒരു 4 പ്ലാന്റ്സ്, അതിന് താഴെ എന്തോ ചെറിയ പ്ലാന്റ്സ് അവർ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അത് വിൻ്റർ ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവുന്ന എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. വിൻ്റർ ആകുമ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും പൂക്കളെല്ലാം റോഡ് സൈഡിലും പേയ്മെൻറ്റ്സിലൊക്കെ ഇവർ വളർത്തും. അതൊക്കെ ഇതൊക്കെ മെയിൻറ്റെയിനബിളാണ്. മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കില്ലല്ലോ ഒരിക്കലും. കണ്ടില്ലേ, ആ മെഡോയുടെ എൻഡ് കണ്ടില്ലേ, ആ എൻഡ്. അതിന് ശേഷം മെഡോ നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതിൻ്റെ ബൗണ്ടറിയാണ് കാണുന്നത്. മെഡോ അങ്ങനെ വന്ന് കണ്ടില്ലേ, ഇങ്ങനെ അത്രയും നല്ല രസമാണ് ഇവിടെ വൈകുന്നേരമൊക്കെ വന്ന കാറ്റുമൊക്കെ കൂടിയിട്ട്. പിന്നെ
അതിനുശേഷം ഇതാ അതിൻ്റെ ഒരു എൻഡിലും ഇപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഒരു അതേപോലത്തെ ഒരു പ്ലാന്റ് ഒരെണ്ണം കൂടിയുണ്ട്. ഇതാ ഈ മെഡോയുടെ പുറത്തൊക്കെ അത് അവരെന്തോ ഒരു പ്ലാനിങ് ആണത്. കണ്ടില്ലേ, ഒരു ആർക്ക് ഷേപ്പിൽ അവർ 4 സൈഡിലേക്കും മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ട്. അത് വല്ല ഇത് പൂക്കൾ നടാനായിരിക്കും. അങ്ങനെ പ്ലാന്റിങ് ചെയ്യും അവർ, അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ പല സ്ഥലത്തും കാണുമെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം പിന്നെ ഇതാ കണ്ടില്ലേ ഈ പൂവ്, ഇതാ പൂവ് കണ്ടില്ലേ, ഇത് സൈഡിൽ ഇതിൽ പൂവിൻ്റെ പേരെന്താ മറന്നുപോയി, എന്തോ ഒരു നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത്. അത് എന്താ ഒന്ന് റോസ്, ഒന്ന് ഡാർക്ക് പിങ്കും ഒന്ന് ലൈറ്റ് റോസുമാണ്. കണ്ടില്ലേ, കാണുന്നില്ലേ, അങ്ങനൊരു സ്ഥലം. പിന്നെ അതിന് ശേഷം ഇതാ നമ്മളിതാ ഈ മെഡോ അതാ നമ്മൾ ഇപ്പം വലിയ മെഡോ എന്ന് പറഞ്ഞത് ഇതാ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് എൻഡ് ചെയ്യുമ്പോൾ അടുത്ത അതിൻ്റെ ഇടയിൽ കൂടെ പേയ്മെൻറ്റ്സ് ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ആ പേയ്മെൻറ്റ്സ് കൂടെ തന്നെയാണ് നടക്കുന്നത്, ഇൻ്റർലോക്ക് ചെയ്ത്. അതിൻ്റെ മിഡിലിൽ ഇത് കണ്ടില്ലേ, റോഡുകൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റോഡാണ്. ആരോട്ടിട്ട് അത് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട്, ആരുമില്ല, ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് റോഡ്. പിന്നെ കണ്ടില്ലേ, ഈ പള്ളിയുടെ ബാക്ക് സൈഡായിട്ടാണ് ഈ ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ്. അവിടെ എന്താ ഇങ്ങനെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈവനിങ്ങിലൊക്കെ. സണ്ണിൻ്റെ കാഠിന്യം കണ്ടില്ലേ, നോക്കാൻ പറ്റുന്നില്ല. അതിനിതാ ഇതിൻ്റെ ഇടയിൽ റോഡുണ്ട്, അങ്ങോട്ട് പള്ളിയുടെ അങ്ങോട്ട് കയറാനും. അടുത്ത മെഡോ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത ഈ ചെറിയ നമുക്ക് നടക്കാനുള്ള ഈ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മെഡോ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, കാണുന്നുണ്ടോ, അതേപോലെ തന്നെ റെക്റ്റാങ്കിളും അല്ല, ട്രയാങ്കിളും അല്ല. പിന്നെയും ട്രയാങ്കിളിനോടെ സാമ്യം ഉണ്ടാവുള്ളൂ. ഈ സൈഡ് വീതി കൂടിയിട്ട് പിന്നെ അത് മിഡിലിൽ കണ്ടില്ലേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവർ, നിറയെ പ്ലാന്റ്സും ഒക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും മിഡിലിൽ വലിയ ഒരു മരം, വലിയ മരമല്ല, കുറച്ച് വലിയ മരം. പിന്നെ ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഷേപ്പ് ഇതവിടെ വീതി കുറഞ്ഞു വന്നു. പിന്നെ വീണ്ടും ഇതാ പേയ്മെൻറ്റ്സും. അത് ബൗണ്ടറി വോളാണ്. നേരത്തെ നമ്മൾ കാണിച്ച പൂക്കളും ഒക്കെ കൂടിയിട്ട് അത് ഇടയിലൊക്കെ പൂക്കളായി വരുന്നുണ്ട്. വിൻ്ററായ എല്ലാം വരുന്നതാണ്. ഇപ്പോൾ എല്ലാം വരുമായിരിക്കും, എല്ലാം അതും പൂവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം എല്ലാം എപ്പോഴും നനച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. ഇനി അടുത്തത് അവരൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഗാർഡനായിട്ട് നമുക്കിപ്പോൾ തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരേ ഷേപ്പിലുള്ള പൂക്കളായിട്ട് പ്ലാന്റ്സ് ആയിട്ടേ തോന്നുള്ളൂ. അത് ഇനിയിപ്പോൾ ഗാർഡനാ അതിതാ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്യൂബിക്കിൾസ് പോലെ, ക്യൂബിക്കിൾസ് അല്ലാട്ടോ, ഇത് റെക്റ്റാങ്കിളാണോ എന്തായാലും അവിടെ കുറേ ലൈനായിട്ട് തന്നെ അവർ പ്ലാന്റ്സ് ഒരേപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ കണ്ടില്ലേ പൂവാവുന്നത്, നമ്മുടെ കടലാസ് പൂ എന്നൊക്കെ പറയുന്ന കണ്ടില്ലേ, കടലാസ് പൂവൊക്കെ ഉണ്ടായിരിക്കുന്നത്. റോസ് ഉണ്ട്, കടലാസ് പൂക്കൾ കണ്ടില്ലേ. അപ്പോൾ ഇതിലെല്ലാം വരുമായിരിക്കും, ഇതെല്ലാം അതിൻ്റെ തന്നെ ചെടികളാണ്. പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് റൗണ്ടാക്കിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, അവർ വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ വേറൊരു കളറും കൂടി കണ്ടില്ലേ. ഇതാ ഇവിടേക്ക് വരാൻ പോകുന്നുണ്ട്. കളർ ഏതാ പറയാൻ അറിയുന്നില്ല, ഈ കളർ ഏതാന്നുള്ളത്. വൈറ്റും എല്ലാം കൂടി ആയാലും നല്ല രസമുണ്ടായിരിക്കും. കണ്ടില്ലേ, എല്ലാം പ്ലാന്റ്സൊക്കെ പൂ വരുന്ന പൂ വരും. ഇന്ന് നമ്മൾ ബീച്ചിൽ പോകുന്നില്ല, ബാക്കിലത്തെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്ത് സൈഡിൽ കൂടെ പോയില്ല. പിന്നെ വെയിൽ സഹിക്കുന്നില്ല, ഭയങ്കര വെയിലാണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു 6 o'clock ആകുമ്പോഴേക്കും നടക്കാവുന്ന രീതിയിലായാലും ബീച്ചിലൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും സ്കൂളിലും റോഡൊക്കെ ഭയങ്കര തിരക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ തന്നെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നോക്കട്ടെ,
അതിനുശേഷം ബാക്ക് ഗേറ്റാണ് കാണുന്നത്. 4 സൈഡിലും കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ 4 ഗേറ്റും വരും. നമ്മൾ ഫ്രണ്ടിലത്തെ ഗേറ്റ് തുടങ്ങി അതിന് പാരലായിട്ട് ബാക്കിലെ ഗേറ്റ്, അതിനുശേഷം ഇതാ ബാക്കിൽ വിശാലമായ പാർക്കിംഗ്. അതായത് അത് നമ്മളിവിടെയൊക്കെ നടക്കാൻ വരാറുണ്ട് രാത്രിയിൽ. ഞാൻ ബീച്ചിലും വെടിയായിട്ട് ഇങ്ങനെ മാറി മാറി നടക്കാറുണ്ട്. ഇതാ നേരത്തെ കാണിച്ച കടലാസ് പൂവുള്ള ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഈ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്, പള്ളിയും കൂടിയിട്ട്. പിന്നെ അതിന് ശേഷം ഇതാ അവിടെ 2 പേര് അത് പ്ലാന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. 2 പേര് ഇതേപോലെ തന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടില്ലേ. എല്ലാ സൈഡിലും പ്ലാന്റ്സാണ്. ഇതിന് പുറത്ത് റോഡിൻ്റെ പുറത്തേക്കും ഒരേപോലെ തന്നെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് വേസ്റ്റ് ഡസ്റ്റ്ബിന്നാണ്. പിന്നെ അതിന് ശേഷം ഇത് നമ്മൾ റോസാ ചെടിയാണ്. റോസ് പൂവാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ റെഡ് റോസ് ഇല്ല തോന്നുന്നു. റെഡ് റോസും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു തോന്നുക. ഇത് കണ്ടില്ലേ, റോസാപ്പൂവാണ് ഉണ്ടായി നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോഴും അത്ര ശ്രദ്ധിക്കുന്നത്, രാത്രിയിൽ വരുന്നതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ല. കല്ലാടിയിലെല്ലാം എന്തോ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കുമ്മായി എന്നൊക്കെ പറയും പോലെയാണോ സംശയമുണ്ട്, എന്താണെന്നറിയില്ല. അതാവില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇല്ലേ, റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഇതിലെല്ലാം കൊഴിഞ്ഞ് നിൽക്കുന്നു. ഇതൊന്നും തൊടാനും പൊട്ടിക്കാനൊന്നും പാടുന്നുണ്ടാവില്ല. ഒന്നും കൂടി റോസാ ചെടി നല്ല ഭംഗിയിൽ വരുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ അത്ര തന്നെ ഭംഗി വന്നിട്ടില്ല. അവർ താഴെല്ലാം നിറയെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന് മാത്രം ഒരു ഏരിയ, റോസാപ്പൂവിന് മാത്രം ഇത് സ്ക്വയറായിട്ടുള്ളൊരു ഏരിയ. അതിൻ്റെ അപ്പുറത്ത് വേറെ, അത് പൂക്കളുള്ള ചെടിയല്ല തോന്നുന്നു. പിന്നെ കണ്ടില്ലേ, ഇത് റോസാ ചെടിയത്. അതിന് ശേഷം ഇത് സ്ക്വയറാണ്. അതിന് ശേഷം അപ്പുറത്ത് 2 ക്യൂബിക്കിൾസും കൂടി ഉണ്ട്. ക്യൂബിക്കിൾസ് അല്ല, അങ്ങനെ സ്ക്വയറായിട്ടുള്ള 2 ഏരിയകളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പള്ളിയുടെ അങ്ങോട്ട് എത്തുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ തന്നെ. ഞാൻ അങ്ങോട്ട് പിടിക്കുന്നില്ല, അത് അവിടെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലേറ്റായി, എല്ലാം ഒരു വർക്കിംഗ് ഡേ സ്റ്റാർട്ടായതിന് തുല്യമായി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഭാഗം പിടിക്കുന്നില്ല. പിന്നെ നമ്മൾ പുറത്ത് കിടക്കുന്നത് കാണിച്ചു തരാം. ഇത് ലാസ്റ്റ് ക്യൂബിക്കിൾസാണ്, കണ്ടില്ലേ. ഇത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലെ വ്യൂവിൽ ലാസ്റ്റ് ക്യൂബിക്കിൾസ് അല്ല കേട്ടോ. അത് എന്താ അതിൻ്റെ ഷേപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോണും, ഒരു സൈഡിൽ കോണും, പിന്നെ എല്ലാ സൈഡിലും വേറെ കണ്ടില്ലേ. മിഡിലിൽ അവർ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുകയാണ്. അതൊക്കെ പൂക്കൾ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിൻ്റർ വന്നിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം വന്നത് അത്ര ഓർമ്മയില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ബീച്ചിലേക്ക് ഇങ്ങോട്ട് കടക്കാൻ തുടങ്ങിയിട്ട്. ബീച്ചിലേക്കാണ് ഇതാത് നടക്കുക, പള്ളിയാണല്ലോ, നമ്മൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ടാവുമല്ലോ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡാണ്, പള്ളിക്ക് ബീച്ചിലേക്കാണ് നടക്കാൻ അധികം വരുന്നത്. അതിന് വൈകുന്നേരം കുറേ ഫാമിലികളുണ്ടായിരിക്കും. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. ഒരു ഗേറ്റ് നമ്മൾ നേരത്തെ ഇപ്പോൾ 3 ഗേറ്റ് ആയില്ലേ, 3 ഗേറ്റ്. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെ പ്ലാന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ബൗണ്ടറിയിലൊക്കെ കണ്ടില്ലേ, ഒരേപോലെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ അതേപോലെ ഒരു തരം ഈ ചെടിയൊന്നും പേരെനിക്കറിയില്ല കേട്ടോ. അത് ചെടിയല്ല, ഒരു തരം നമ്മുടെ നാട്ടിലേക്ക് കവുങ്ങൊക്കെ പോലെ ഉള്ളത്. ഇത് നമ്മൾ 10 മണി ഇങ്ങനെ വരാൻ പോകുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും. ചിലപ്പോൾ ഒരു മിക്സ്ഡ് കളർ ഉണ്ടായിരിക്കും, പിങ്ക് മാത്രമാവില്ല. ഇത് വന്നു കഴിഞ്ഞാൽ വേറെ ഇതായിരിക്കും. 10 മണി നിൽക്കുന്നതാണ്. നമുക്ക് അതിനെ എന്താ പറയുക, പറിക്കാനും തോന്നില്ല, കാണാതിരിക്കാൻ തോന്നില്ല. ആ ലെവലിൽ ഇത്രയും ഭംഗിയായിട്ട് തോന്നും. പിന്നെ നിറയെ അത് തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു സൈഡ് വ്യൂ മാത്രമാണ്. ഈ ഫ്രണ്ടിൽ വേറെ
പള്ളിയുടെ തന്നെ അവിടെ എന്താ ഒന്നും അറിയില്ല. നമസ്കാര ഹോള് ഇനി സ്ത്രീകൾക്ക് വേറെയും ജെൻസിന് വേറെയാണോ എന്നുള്ളത്, അങ്ങനെയാണോ അതാണോ ഇതെന്നുള്ളത് അറിയില്ല. അതിവിടെ ഉള്ള ആരോടെങ്കിലും ചോദിക്കേണ്ടതായിട്ട് വരും. ഭാഷയുടെ പ്രശ്നമല്ലേ. ഇപ്പോൾ സെക്യൂരിറ്റി നേരത്തെ ഞങ്ങൾ സെക്യൂരിറ്റി പറഞ്ഞിരുന്നു നമ്മളോട്, ആ ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്, ഇനി ഈ ഗേറ്റാണ് അറബിയിലാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ പക്ഷേ കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കാനൊന്നും നമുക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നതാണ്. റോട്ടിൽ നിന്നുള്ള ഫേസായി ഭാഗത്തേക്ക് വന്നു. കണ്ടില്ലേ പള്ളി, ഒരു നോക്കൂ, ഇതാണ് കണ്ടില്ലേ ഫ്രണ്ട് വ്യൂ. പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ഇതിൽ കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ മെഡോ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. വേറെ ഏരിയകൾ പോലെ മറ്റേ പോലെ തന്നെ അത്ര തന്നെ ആ സൈഡിൽ അത്ര തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വിശാലമുണ്ട്. ഒരേപോലെ തന്നെയാണ് എല്ലാം ഒരു യൂണിഫോർമലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗം കണ്ട പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂട്ടുന്നില്ല. ഇതിലെല്ലാം പൂക്കൾ വരും കേട്ടോ. ഇല്ലേ കുഞ്ഞൊരു വൈറ്റ് പൂക്കളുണ്ട്. ഇത് ബുഷസ് മാത്രമാണെന്ന്, അല്ല അതിലും പൂവ് വരുന്നുണ്ട്. വിൻ്ററാവട്ടെ ഇപ്പോൾ വരും. പിന്നെ ഇവിടെ അവിടെ കണ്ട പോലെ തന്നെ ഇവിടെ സൈഡിൽ പാരലൽ ഒരു ബിൽഡിംഗ് കൂടിയാണ് കാണുന്നത്. പിന്നെ വാഷ്റൂമൊക്കെ അവിടെയൊക്കെ തോന്നുന്നു എഴുതി വെച്ചതുണ്ടായിരിക്കും. നമ്മളവിടെ കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു കടലാസ് പൂക്കളുടെ. ഇവിടെ വൈറ്റ് കാണുന്നില്ല, മറ്റു 2 കളറുകളാണ് കാണുന്നത്. കണ്ടില്ലേ ഈ ഗാർഡൻ, ഇത് എല്ലാം കൂടി ഫ്ലവറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇമാജിൻ ചെയ്യാവുന്നതിനെക്കാട്ടിലപ്പുറത്തേക്ക് അവിടെ വേറൊരു വെറൈറ്റി പ്ലാന്റ് നമുക്ക് കാണുന്നു. ഇത് നമ്മുടെ ചീര പോലെ ഉണ്ട് കേട്ടോ. ചുവന്ന ചീര പോലെ അതിന് കതിരെല്ലാം വന്നിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ നോക്കാം. ഞാനിപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത്, ഇത്രയും ക്ലോസ്ഡായിട്ട് നമ്മൾ നടന്നിങ്ങനെ കാണുന്നത് ഇപ്പോഴാണ്. കാരണം പിന്നെ ഇതിലെല്ലാം പെബിൾസ് ഇട്ടുണ്ട്. പിന്നെ ഈ ഗാർഡൻ്റെ താഴെ കണ്ടില്ലേ ചുറ്റുപാടിലും പെബിൾസ് ഇട്ടുണ്ട്. സൈഡുകളിലുള്ള ക്യൂബിക്കിൾസിൽ മെഡോ അല്ലാതെ അവർ ഇതിട്ടിട്ടുണ്ട്. പെബിൾസ് ഒരു മൈനത. പിന്നെ ഇത് ലേഡീസ് പ്രെയർ ഹോൾ എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് ആരോ തന്നിട്ടുണ്ട്. അതാണ് പല ബിൽഡിങ്ങുകളായിട്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കയറി വന്ന ഗേറ്റാണ് ആ കാണുന്നത്. കണ്ടില്ലേ അപ്പോൾ ആ കാണിച്ച വ്യൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 4ാമത്തെ ഗേറ്റ് കൂടെ, അതായത് റോഡിൻ്റെക്കുള്ള ഫേസ് ചെയ്തിട്ടുള്ള ഒരു സൈഡിലെ ഗേറ്റ് കൂടെ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ സർക്കിൾ ചെയ്ത് വന്നു 4 ഗേറ്റ്. അതിൻ്റെ പള്ളിയുടെ കോമ്പൗണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറിയിട്ടല്ല, കോമ്പൗണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ ഇത് സെക്യൂരിറ്റി ഒക്കെയാണ്. ഗേറ്റൊക്കെ അടച്ച പോലെയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നൈറ്റ് ഒരു 8:50 ആ ടൈമാണ്. നമ്മൾ രാവിലെ മസ്ജിദിൻ്റെ ഔട്ട് സൈഡ് വ്യൂ എല്ലാം കണ്ടിരുന്നു. രാവിലെ ഒരു 6:30 to 7 ഉള്ളിൽ ആ സമയത്ത്. ഇപ്പോൾ ഇത് മസ്ജിദിൻ്റെ നൈറ്റ് വ്യൂ ആണ് കാണുന്നത്, ലൈറ്റ് എല്ലാം ആയിട്ട്. ഇപ്പോൾ ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ മെയിൻ ഗേറ്റ് എനിക്കറിയില്ല എത്ര മണി, 9 o'clock തോന്നുന്നു അടയ്ക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ 7:40 ആ ടൈമിലൊക്കെ നമസ്കാരം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരക്ക് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് നോക്കിയിട്ട് വന്നത്. മറ്റേത് പ്രെയർ ചെയ്യാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ നൈറ്റിൽ നമ്മൾ ഈ ടൈമിൽ വന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ഡെയിലി വ്ളോഗ്സ് എന്നാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോ
ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് മസ്ജിദിൻ്റെ അവിടേക്ക് ഞാനൊരു മോർണിംഗ് മസ്ജിദിൻ്റെ ആ ഭാഗത്ത് കൂടെ ആ ഭാഗത്തേക്ക് ഒരു മോർണിംഗ് റുട്ടീനായിട്ട് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതായിരുന്നു. പിന്നെ സെക്കൻഡ് വീഡിയോ മസ്ജിദിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ആവർത്തനമായിട്ട് കരുതുമെന്ന് അറിയില്ല. അങ്ങനെ കരുതരുത്. ദയവായിട്ട് എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.